നമസ്കാരം, ഇൻസൈഡിലേക്ക് സ്വാഗതം. ഡിസംബർ പകുതിയോളം എത്തിയിരിക്കുന്നു. ഇപ്പോഴും ശക്തമായ മഴയാണ് മലയാളികളെ സംബന്ധിച്ച് ഏറ്റവും അധികം വലയ്ക്കുന്നത്. കൊടും തണുപ്പിലേക്ക് കടക്കാൻ പോകുന്ന ഈ മാസത്തിനിടയിൽ എന്തുകൊണ്ടാണ് ഇത്ര ഭീകരമായ മഴ പെയ്തിറങ്ങുന്നതും പല മേഖലയും പ്രളയസമാനമായ സാഹചര്യം ഉണ്ടാകുന്നു, വെള്ളക്കെട്ടുണ്ടാകുന്നു, നിരവധി ആളുകളുടെ ജീവൻ നഷ്ടമാകുന്നു, പൊതുമുതലൊക്കെ തന്നെ നശിപ്പിക്കപ്പെടുന്നു. മഴ ശമിക്കാതെ ഒഴിയാതെ സംഹാര താണ്ഡവമാടുന്നത് എന്ത് ദുരന്തത്തിന് വേണ്ടിയിട്ടാണ്? ഇതുവരെ 4 ഇരട്ടിയിലധികം പെരുമഴയാണ് കിട്ടിയിരിക്കുന്നത്. പെരുമഴയിൽ മുങ്ങിയ പല നഗരങ്ങളും മാധ്യമങ്ങളിലൂടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. അതിതീവ്ര മഴയിൽ കേരളത്തിന് രക്ഷകനായി മാറിയത് മറ്റൊരാൾ. അതേക്കുറിച്ചുള്ള വിശദമായ വിവരമാണ് ലഭിക്കുന്നത്. ഡിസംബറിൽ കേരളത്തിൽ കിട്ടിയത് 4 ഇരട്ടിയിലധികം മഴയെന്ന കണക്കാണ് ഈ 2 ആഴ്ച കാലത്തിനിടയ്ക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ കണക്കനുസരിച്ച് ഡിസംബർ മാസത്തിൽ 32 മില്ലിമീറ്റർ മഴ കേരളത്തിൽ സാധാരണ കിട്ടേണ്ടതാണ്. എന്നാൽ ഈ വരുന്ന 14 ദിവസം കൊണ്ട് തന്നെ 2 ആഴ്ചക്കാലം കൊണ്ട് തന്നെ 128 മില്ലിമീറ്റർ മഴയാണ് കിട്ടിയിരിക്കുന്നത്. 32 മില്ലിമീറ്റർ മഴ ഒരു മാസത്തിനുള്ളിൽ കിട്ടേണ്ടത് കേവലം 2 ആഴ്ച കൊണ്ട് പെയ്തിറങ്ങി, അതും 4 ഇരട്ടിയോളം. ഈ അടുത്ത കാലത്ത് തന്നെ ഏറ്റവും അധികം മഴ കിട്ടിയ ഒരു മാസം തന്നെയാണ് ഡിസംബറും. നവംബറിൽ കിട്ടിയ മഴയേക്കാൾ കൂടുതൽ മഴ ഡിസംബറിൽ കിട്ടിയെന്ന് വേണം മനസ്സിലാക്കാൻ. ഫിൻജാൽ ചുഴലിക്കാറ്റും അടിക്കടി ഉണ്ടാകുന്ന ന്യൂനമർദ്ദവുമൊക്കെ ഈ മഴയ്ക്ക് കാരണമായി മാറുന്നു. കേരളത്തിലടക്കം വലിയ വിനാശകരമായ സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്നു. കഴിഞ്ഞ ദിവസം തമിഴ്നാട്ടിലെ തിരുനെൽവേലിയിൽ അതിതീവ്ര മഴയാണ് പെയ്തിറങ്ങിയത്. ആ ഘട്ടത്തിൽ കേരളത്തിൽ കാര്യമായ നാശനഷ്ടങ്ങളൊന്നും തന്നെ സംഭവിച്ചില്ല. വലിയ തോതിൽ മഴയും പെയ്തിരുന്നില്ല. വിദഗ്ധർ പറയുന്നതനുസരിച്ച് സഹ്യപർവ്വത നിരകൾ നിൽക്കുന്നത് കൊണ്ട് തന്നെയാണ് ആ മഴക്കാറുകൾ നമ്മുടെ അടുത്തേക്ക് എത്താത്തതും അതുപോലെ ശക്തമായി തന്നെ പ്രതിരോധിച്ചതെന്നുമാണ് വിശ്വസിക്കുന്നത്. 24 മണിക്കൂറിൽ തിരുനെൽവേലിയിൽ പെയ്തിറങ്ങിയത് 540 മില്ലിമീറ്റർ മഴയാണ്. സഹ്യപർവ്വതം കവചമൊരുക്കിയത് കൊണ്ട് തന്നെ കേരളത്തിൽ അച്ചൻകോവിൽ, ആര്യങ്കാവ് അടക്കമുള്ള മേഖലകളിൽ 182 മില്ലിമീറ്റർ മഴ മാത്രമേ ലഭിച്ചിട്ടുള്ളൂ എന്ന് വേണം മനസ്സിലാക്കാൻ. തൊട്ടടുത്ത് നമ്മുടെ അതിർത്തി പ്രദേശമായ തമിഴ്നാട്ടിലേക്ക് കടക്കുമ്പോൾ തെങ്കാശിയിലൊക്കെ തന്നെ വലിയ വെള്ളക്കെട്ടും മഴയും രൂപപ്പെട്ടു. റെഡ് അലർട്ട് അടക്കം കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ അതിർത്തി മേഖലകളോട് ചേർന്ന് കിടക്കുന്ന തെന്മലയ്ക്ക് ഇപ്പുറത്തുള്ള, എന്തിനേറെ പറയുന്നു, തമിഴ്നാടുമായും കൊല്ലവുമായും അതിർത്തി പങ്കിടുന്ന ജില്ലകളിൽ പോലും കാര്യമായ മഴ കിട്ടിയില്ല എന്നുള്ളതാണ് ആശ്വാസകരമായിട്ടുള്ളത്. വലിയ വെള്ളപ്പൊക്കവും അങ്ങനെ ദുരന്തവുമാണ് ഒഴിവായിരിക്കുന്നത്. അതിതീവ്ര മഴ എന്ന് പറയുന്നത് 24 മണിക്കൂറിൽ 204 മില്ലിമീറ്ററിൽ കൂടുതൽ മഴ പെയ്ത് കഴിഞ്ഞാലാണ് അങ്ങനെ സൂചിപ്പിക്കുന്നത് കാലാവസ്ഥാ വകുപ്പ്. കേരളത്തെ കനത്ത മഴയിൽ നിന്നും അങ്ങനെ സഹ്യൻ രക്ഷിച്ചു എന്നുള്ളത് ശരിയായിരിക്കുന്നുവെന്നാണ് കാലാവസ്ഥാ വിദഗ്ധരും അഭിപ്രായപ്പെടുന്നത്. സംസ്ഥാനത്ത് അങ്ങനെ വീണ്ടും ഒരു ഇടവേളയ്ക്ക് ശേഷം ശക്തമായ മഴ പെയ്തിറങ്ങുന്നു. ഇന്ന് തലസ്ഥാനമടക്കം 3 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുമുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചത്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയും അതിലൂടെ പറഞ്ഞിരിക്കുന്നു. 24 മണിക്കൂറിൽ 115 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കാവുന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴ എന്ന് പറയുന്നത്. തിരുവനന്തപുരം ഒഴികെയുള്ള എല്ലാ ജില്ലകളിലും ഡിസംബർ മാസത്തിൽ തന്നെ മുഴുവൻ കിട്ടേണ്ട മഴയേക്കാൾ കൂടുതൽ മഴ കിട്ടിയെന്ന് പറയുന്നതാണ് ശരി. ഫിൻജാൽ ചുഴലിക്കാറ്റ് തന്നെ 84 മില്ലിമീറ്റർ മഴ കേരളത്തിന് തരാൻ കാരണമായി. 2022, 1987, 97, 98 വർഷങ്ങളിലും ഡിസംബർ അവസാനം സമാനമായ രീതിയിൽ മഴ കിട്ടിയിരുന്നു. പക്ഷേ ഡിസംബർ ആയിട്ടും കേരളത്തിൽ തണുപ്പിന് പ്രത്യേകിച്ചൊന്നും തന്നെ തുടങ്ങിയിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. മഴയില്ലെങ്കിൽ കൊടും ചൂട് തന്നെയാണ് ഇപ്പോഴും അനുഭവപ്പെടുന്നത്. കാർഷിക മേഖലയിലടക്കം ഈ തണുപ്പ് എത്താത്തത് വലിയ തോതിൽ തന്നെ വിനാശകരമായി മാറുമെന്നതിൽ സംശയമൊന്നും തന്നെയില്ല. ലക്ഷദ്വീപിന് മുകളിലായി ഇപ്പോൾ ന്യൂനമർദ്ദം സ്ഥിതി ചെയ്യുന്നുണ്ട്. ഇനി അടുത്ത 24 മണിക്കൂറിൽ ഇത് പടിഞ്ഞാറ് ദിശയിലേക്ക് നീങ്ങി ഒരു പക്ഷേ ദുർബലമാകാനുള്ള സാധ്യതയുമുണ്ട്. ബംഗാൾ ഉൾക്കടലിൽ വീണ്ടും ഒരു ന്യൂനമർദ്ദത്തിന് സാധ്യതയുള്ളതായിട്ടാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നത്. തെക്കൻ ആൻഡമാൻ കടലിന് മുകളിൽ ചക്രവാത ചുഴി രൂപപ്പെട്ട് കഴിഞ്ഞു. നാളെയോടെ അത് ന്യൂനമർദ്ദമായി മാറുകയും ചെയ്യും. തുടർന്ന് ശക്തി പ്രാപിച്ച് 48 മണിക്കൂറിൽ തമിഴ്നാട് തീരത്തേക്ക് നീങ്ങാനും സാധ്യതയുണ്ട്. ഇതിന്റെ ഫലമായി കേരളത്തിൽ അടുത്ത 5 ദിവസം ഒറ്റപ്പെട്ട ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കാണ് സാധ്യതയുള്ളതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നത്. കേരള, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ല എന്നുള്ള കർശന നിർദ്ദേശവും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്നുണ്ട്. വരും ദിവസങ്ങളിൽ കേരളം മാത്രമല്ല തമിഴ്നാട്ടിലും ശക്തമായ മഴ പെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഡിസംബർ ഏകദേശം പകുതിയോടുകൂടി 15ഓടുകൂടി ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെടുമെന്നാണ് ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ് പ്രവചിച്ചിരിക്കുന്നത്. തമിഴ്നാട്ടിലും ഇനിയുള്ള ദിവസം അങ്ങനെ മഴ കടുക്കാൻ പോവുകയാണ്. ന്യൂനമർദ്ദം പടിഞ്ഞാറ്, വടക്ക് പടിഞ്ഞാറ് ദിശയിലേക്ക് തമിഴ്നാട് തീരത്തെ ലക്ഷ്യമാക്കി നീങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് അടുത്ത ആഴ്ച പകുതിയോടുകൂടി മഴ വീണ്ടും കനക്കും. ഡിസംബർ 17-ന് തമിഴ്നാട്ടിലെ 10 തീരദേശ ജില്ലകളിൽ യെല്ലോ അലർട്ടാണ് നൽകിയിരിക്കുന്നത്. മൺസൂൺ സമയത്ത് അറേബ്യൻ സമുദ്രത്തിൽ നിന്നുള്ള കാറ്റ് പശ്ചിമഘട്ട മലനിരകളിൽ തട്ടി നിന്നതുകൊണ്ട് തന്നെയാണ് ഇത്തവണത്തെ തമിഴ്നാട്ടിലുണ്ടായ അതിഭീകരമായ മഴയിൽ നിന്നും നാം ഒക്കെ തന്നെ രക്ഷപ്പെട്ടത്.
കാറ്റിനെ അങ്ങനെ തടയുന്നത് കൊണ്ട് തമിഴ്നാട്ടിൽ സാധാരണഗതിയിൽ മഴ കിട്ടാറില്ല. തുലാവർഷമാകുമ്പോൾ കാറ്റിന്റെ ഗതി എതിർദിശയിലേക്ക് മാറും. തമിഴ്നാട് ഭാഗത്തു നിന്നുള്ള കാറ്റ് പശ്ചിമഘട്ട മലനിരകളിൽ തട്ടി തമിഴ്നാടിന്റെ ഭാഗത്ത് മഴ പെയ്യാൻ കാരണമാവുകയും ചെയ്യും. ഇപ്പോൾ ഈ പറയുന്നത് പോലെ 24 മണിക്കൂർ കൊണ്ട് 540 മില്ലിമീറ്റർ മഴയൊക്കെ തന്നെ കൊല്ലത്തോ തിരുവനന്തപുരത്തോ ഒക്കെ തന്നെ പെയ്തിരുന്നെങ്കിൽ അത് വലിയ ആപത്ത് വിളിച്ചു വരുത്തുമെന്നാണ് കാലാവസ്ഥാ വിദഗ്ധരടക്കം പറയുന്നത്. അതിനെ സംരക്ഷിച്ചു പോന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യവും. ഇടുക്കിയിലെ പെട്ടിമുടിയിൽ 2020 ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായപ്പോൾ അന്ന് പെയ്തത് 600 മില്ലിമീറ്റർ മഴയായിരുന്നു. അതിനടുത്താണ് മഴ ലഭിച്ചിട്ടുണ്ടായിരുന്നത്. സമാനമായ ഒരു സാഹചര്യമാണ് കഴിഞ്ഞ ദിവസം തിരുനെൽവേലിയിൽ അടക്കം സംഭവിച്ചത്. അത് കേരളത്തിലെങ്ങാനും ഉണ്ടായിരുന്നെങ്കിൽ ഉണ്ടാകുന്ന ആഘാതത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല. അംബാസമുദ്രത്തിൽ 13-ാം തീയതി 24 മണിക്കൂറിനിടയിൽ 366 മില്ലിമീറ്റർ മഴയാണ് പെയ്തത്. തൂത്തുക്കുടിയിൽ 364 മില്ലിമീറ്ററും തെങ്കാശിയിൽ 312 മില്ലിമീറ്ററുമാണ് മഴ പെയ്തിറങ്ങിയത്. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ തിരുനെൽവേലിയിൽ ആകെ 48 മണിക്കൂറിനുള്ളിൽ തിരുനെൽവേലിയിൽ ആകെ പെയ്തത് 775 മില്ലിമീറ്റർ മഴ കൂടിയാണ്. അതാണ് ഇതിൻ്റെ വ്യാപ്തി എത്രത്തോളം എന്നുള്ളത് മനസ്സിലാക്കിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.